നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള സഖാവ് കാനത്തിൽ ജമീല MLA സ്ത്രീകളുടെ അവകാശ സമര പോരാട്ടങ്ങളിലൊക്കെ മുൻനിരയിൽ അവരുണ്ടായിരുന്നു. 1995 അവരെ എനിക്ക് അടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരിയായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി, ബ്ലോക്ക് പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയായിരുന്നു സഖാവ് കാനത്തിൽ ജമീല. അതിനുശേഷം ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിലും ആ മണ്ഡലത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ സജീവമായി ഇടപെട്ടിരുന്ന ആളാണ്. കാനത്തിൽ ജമീലയെ ഒരിക്കൽ പരിചയപ്പെട്ട ഒരാൾക്ക് അവരെ മറക്കാൻ കഴിയില്ല. അവർ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച അന്നു മുതൽ ഇപ്പോൾ വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെന്ന് പറയുമ്പോൾ താഴെ തട്ടിലുള്ളവരുമായി വളരെ നല്ല അടുപ്പവും ബന്ധവും അവർക്കുണ്ടാവും. ആ അടുപ്പവും ബന്ധവും ഈ അവസാന സമയം വരെയും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായി നിന്ന ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു. സാധാരണഗതിയിൽ ചിലർ പറയും ജനപ്രതിനിധിയായാൽ കമ്മിറ്റികൾക്കൊക്കെ വരാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഒരു കമ്മിറ്റി പോലും മുടങ്ങാതെ അവർ കൃത്യമായി അവിടെ വരാൻ ശ്രമിക്കുമായിരുന്നു. പ്രിയപ്പെട്ട സഖാവ് കാനത്തിൽ ജമീലയുടെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചേറെ വേദനാജനകമാണ്. അവരുടെ പ്രവർത്തന കാലയളവിൽ ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള കരുതലും സ്നേഹവുമെല്ലാം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ശരിക്കും ഈ അസുഖമായതിന് ശേഷം നിരന്തരമായി ഞങ്ങൾ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഒരു 3 ആഴ്ച മുമ്പേയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. അപ്പോഴെല്ലാം പറയും, സഖാവേ ഞാൻ തിരിച്ചു വരും, അസുഖമൊക്കെ ഭേദമായി വളരെ ആക്റ്റീവായി ഞാൻ വരും, തികഞ്ഞ ആത്മവിശ്വാസവും ഒരു മടങ്ങി വരാൻ കഴിയും, ഈ രോഗത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യവും എല്ലാം കാനത്തിൽ ജമീല സാഹിബിനുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് 2 ദിവസം മുമ്പ് തീരെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി തീർന്നപ്പോഴാണ് വളരെ അപകടത്തിലേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഒരു മികച്ച സാമാജിക ഒരു ജനപ്രതിനിധി, അതിനൊപ്പം വളരെ പ്ലീസിങ്ങായി വളരെ സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും എല്ലാവരോടെയും പെരുമാറുന്ന, ആവർക്കും എപ്പോഴും അവരെ സമീപിക്കാം, എല്ലാവർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു വീടും അതുപോലെ തന്നെ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വവുമായിരുന്നു സഖാവ് കാനത്തിൽ ജമീല. ജനാധിപത്യ മഹിളാ അസോസിയേഷനെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം തന്നെയാണ്. മഹിളാ പ്രവർത്തകർക്ക് താങ്ങും തണലുമായിരുന്ന സഖാവ് കാനത്തിൽ ജമീലയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വേർപാടിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ദുഃഖവും അനുശോചനവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു.